ഒന്ന് മാറിയാണ് ഒന്ന് മാറി. ഇതെന്തോടാ ഇത്? എന്നെ ഇപ്പൊ അങ്ങോട്ട് ഇറക്കി വിട്ടല്ലേ ഉള്ളൂ. ഒരു മനുഷ്യത്വം കാണിക്കടോ. അയ്യോ മനുഷ്യത്വം കണ്ടു. മനുഷ്യത്വം കണ്ടു. അല്ല മനുഷ്യത്വം. ആ കിളവനങ്ങ് പോയോ എന്തോ. അതെല്ലാം ഇവിടെ വീണ് ചത്തുണ്ടോ? മനുഷ്യത്വം. ഓണത്തിലെ എന്താ ഓണത്തിലെ ഓണർപ്പ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഓണത്തിലെ കഷ്ടം രേഷ്മേ. എന്താ സാറേ? ഇവരൊക്കെ ആഹാ മുന്നാധാരം മുന്നാധാരം. പിന്നാധാരം. എന്ത് കോപ്പറാണോ കാണിക്കുന്നത്? സ്ഥാപനത്തിൽ വന്നിട്ട് വേറെ ഒന്നുമില്ല സാറേ, ഇത്രയും പേപ്പർ കിടക്കല്ല, അതുകൊണ്ട് മുന്നാധാരം മുന്നിലും വെക്കും, പിന്നാധാരം ഇവിടെ വെക്കും. ഇത് നിങ്ങളെന്നും പറഞ്ഞിട്ട് കാര്യം, നിങ്ങളൊക്കെയാണ് സമയം മെനക്കെടുത്തുന്നത്. ഒരു സ്ഥാപനത്തിൽ വന്ന് കയറിയ അയ്യോ ഞാൻ എന്തോ സമയം എടുത്തു ഇത്ര ഉള്ള സാധനങ്ങൾ. ഇത് ഇവര് പറഞ്ഞിട്ട് അവരെ പേപ്പർ എളുപ്പിച്ചത്. ഒഴിമുറിയില്ലേ? ഒഴിഞ്ഞൊരു മുറി ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ അളിയനും പെങ്ങളും വന്ന് താമസിക്കുക. അവർക്ക് അവിടെ വീട് പണി നടക്കുക. കാറ്റ് വീട്ടിൽ തോറ്റി. സാമാന്യ ബോധം വേണം അവിടെ. ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എന്താണ് സംസാരിക്കേണ്ടത് മിനിമം ഒരു ബോധം ഉണ്ടാവണം നിങ്ങൾക്ക്. ഒഴിമുറി അതല്ല. നിങ്ങൾ എത്ര മക്കളാ? 3 മക്കള്. നിങ്ങൾ ഒരാളായിരുന്നു കുഴപ്പമില്ലായിരുന്നു. അത് അച്ഛൻ വിചാരിക്കണ്ടേ. എന്താ അല്ല അങ്ങനെ സാറങ്ങോട്ട് വിളിക്കില്ലേ? ഇവിടെ നിരിടോ, ഇവിടെ നിരിടോ. എനിക്ക് ഹൈറ്റ് കിട്ടുമെന്തോ. എവിടെ? ബാക്കിൽ. അല്ല ഞാൻ ബാക്കിൽ. ബാക്കിൽ. ഞാൻ ഇവിടെ നിന്നേ. ബാക്കിൽ. ഞാൻ ഇവിടെ ബാക്കിൽ. ബാക്കി പോടോ. നീ വന്നേ. അരമണിക്കൂർ മുമ്പ് ഞാൻ ഏറ്റവും ഫ്രണ്ട് ചെയ്യുന്നവനാണ്. ഇത് പറഞ്ഞതിനാണ് എന്നെ തോൽ അങ്ങ് കവലേനെ അവിടെ കൊണ്ട് നിർത്തിയത്. ആദ്യം തന്നെ പോയി പഴ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നില്ലായിരുന്നു. പൊന്നു സുഹൃത്തെ, ഞാനൊന്നും മിണ്ടാതെ അവിടെ നിൽക്കരുത്. ഒന്ന് ഇത് കാര്യം നടക്കും. ഓ പിന്നെ പിന്നെ എന്റെ അമ്മായിമാരുടെ കൂടെ അല്ലേ കാര്യങ്ങളൊക്കെ ഓടി വന്നോണ്ടാ ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് 2 സഹോദരങ്ങൾ കൂടി ഇല്ലേ? ഉണ്ട്. അവർക്ക് ഇതിൽ ബുദ്ധിമുട്ടില്ല എന്ന് അവർ എഴുതി തരണം. അമ്മ സത്യം, അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എന്റെ സഹോദരങ്ങളല്ല. അവര് പറഞ്ഞ് ചേട്ടനത് കിട്ടിക്കോ, അവർക്ക് അത്യാവശ്യം ജീവിക്കാം. നിങ്ങളോടല്ലേ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞോ. ഞങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ? ഇപ്പൊ എന്താ വേണ്ട? നാളെങ്കിലും ആളെ കൊണ്ടുവരണോ? സാറ് ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ സ്റ്റെപ്പിലങ്ങ് ചെയ്യുമായിരുന്നില്ല. ഞാൻ ഇപ്പൊ കേറി ഇറങ്ങി നടക്കുക. ഇപ്പൊ 6 മാസം കൊണ്ട് കേറി ഇറങ്ങി. ഇത് ആരുടെ ആവശ്യമാണ് പുഷ്പ? ആവശ്യമാണോ? അതല്ലേ ആവശ്യമാണോ? ഇത് നിങ്ങളുടെ ആവശ്യമല്ലേ? അപ്പൊ നിങ്ങൾ കേറി ഇറങ്ങി നടന്നല്ലേ പറ്റൂ. പിന്നെ പൊയ്ക്കോ, പോയി കൊണ്ടുവാ. വേറെ വല്ലതും വേണമെങ്കിൽ പറയണേ സാർ, അത്യാവശ്യമായിട്ട്. അത് അന്നേരം പറയും. പൊയ്ക്കോളൂ.